ഒരു മീൻ മരിച്ചു, അച്ഛൻ്റെ ഒരു ഗർഭിണി മീൻ. പാവം. ഇത് വയറ്റി കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. പാവം കഷ്ടം മരിച്ചു. ഇതിന്ന് ഫുഡും ഇന്നും കൂടെ മുമ്പേയും കൂടെ ചോറ് കൊടുത്തത് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു. അയ്യോ പാവം ചത്തു. എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. കുറേ മീനുണ്ടായിരുന്നല്ലോ അല്ലേ? ലാസ്റ്റ് ആയപ്പം ഇതൊരു ഗർഭിണി മീനായിരുന്നു. അച്ഛൻ ഇതിന് വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ച് ഇന്നലെ രാത്രിയും കൊടുത്ത് ഇന്ന് മുമ്പേയും കൂടെ ഞാൻ കൊടുത്തു. പാവം കഷ്ടപ്പെട്ടു. നല്ല മീൻ കറിപ്പൊക്കാണോ? പാവം മീൻ ഗൈസ്. നമുക്കിതിനെ അടക്കം ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ അടക്കം ചെയ്യാൻ പോകുന്നു. അടക്കം ചെയ്യാൻ ആകെ ഒറ്റൊരു മീനുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഒരു ഗർഭിണി മീനായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നപ്പം ഒരു മീൻ ചത്തുപോയി. പാവം ഗൈസ്, ഒരു മീൻ ഇങ്ങനെ ചത്തുപോയി. ഇതൊരു ഗർഭിണി മീനായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അടക്കം ചെയ്തിട്ട് വരാം ഗൈസ്. പാവം ഇതാണെങ്കിൽ മുമ്പേയും കൂടെ ഫുഡ് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. പാവം ഈ ഒരു മരിച്ച മീനിനെ അടക്കം ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കല്ലെടുത്തു. ഇതിന് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കുഴിച്ചു കൊടുക്കാം. ഇതിനവിടെ നീക്കിയിട്ട് ഇതിനോട് ഇരിപ്പുണ്ട്. ഇതിന് കുഴിച്ചു കൊടുക്കാം. പാവം ഗൈസ്, പാവം. അപ്പം നമ്മൾ ഇങ്ങനെ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇരുന്നുള്ളൊരു പാവം ഇത് വയലിൽ ഗർഭിണിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതിനെ അടക്കം ചെയ്യാൻ. പാവം ഒരു ഇല വെച്ച് മീനെയും വെച്ചിട്ട് പിന്നെ ഒരു പൂ വെച്ച ഇതുപോലൊരു പൂ വെച്ച് അതുപോലൊരു പൂ വെച്ചിട്ട് നമുക്കിത് തിരിച്ച് അടയ്ക്കാം. നല്ലോണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് മണ്ണ് എടുത്ത് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലവർ വെച്ചാൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവർ കുറച്ച് ഉണ്ട്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ആണ്. അപ്പം ഇതിനെ അടക്കിയ സ്ഥലം ഇതാണ്. നമുക്കിത് കഴിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും ഞാൻ പോലെ കുറച്ച് പൂവുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പിച്ചിട്ട് നമുക്കിതിനെ അടക്കം ചെയ്യും. അപ്പം അതുപോലെ കുറച്ച് പൂ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പിച്ചി. അപ്പോൾ ഞാൻ ഇതിനെ പാവത്തിനെ അടക്കം ചെയ്തു. ബൈ.